ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സൂപ്പർ ത്രില്ലർ മൂവിയാണ് എക്കോ വാലി. പെൻസിൽവാനിയയിൽ ഒരു ഫാമിൽ തനിച്ച് ജീവിക്കുന്ന കുതിര പരിശീലികയായ കേറ്റിന്റെ കഥയാണ് ഈ സിനിമ. ഒരു ദിവസം ശരീരത്തിൽ രക്തക്കറയുമായി കയറി വരുന്ന സ്വന്തം മകളെ എന്തു വില കൊടുത്തും രക്ഷിക്കാൻ തീരുമാനിച്ച ഒരമ്മയുടെ കഥ. എന്നാൽ മകൾക്ക് വേണ്ടി താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് കേറ്റ് മനസ്സിലാക്കുന്നു. തുടർന്ന് കേറ്റിന് നേരിടേണ്ടി വന്ന അപ്രതീക്ഷിത നിമിഷങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചു തരുന്നത്. സസ്പെൻസുകൾ നിറഞ്ഞ ഈ സൂപ്പർ മൂവി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വെള്ളത്തിൽ നിന്നും ഒരു ഡെഡ് ബോഡി പൊന്തി വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ത്രില്ലർ മൂവി തുടങ്ങുന്നത്. ശേഷം കാണിക്കുന്നത് ഒരു സ്ത്രീയെ സ്വപ്നം കണ്ടുകൊണ്ട് ഉറക്കത്തിൽ നിന്നെണീക്കുന്ന കേറ്റിനെയാണ്. സങ്കടത്തോടെ മനസ്സില്ലാ മനസ്സോടെ ബെഡിൽ നിന്നെണീക്കുന്ന കേറ്റ് പാറ്റിയുടെ വോയിസ് മെസ്സേജുകൾ കേട്ടുകൊണ്ട് കുതിര ഫാമിലേക്ക് ചെല്ലുകയും ഓരോരോ ജോലികൾ ചെയ്യുകയുമാണ്. കേറ്റിന്റെ വീടിന്റെ പൊളിഞ്ഞ മേൽക്കൂര നോക്കാനായി റാൻഡി അവിടേക്ക് വന്നിരുന്നു. മേൽക്കൂര നേരാക്കാൻ $9,000 വേണ്ടിവരുമെന്ന് റാൻഡി കേറ്റിനോട് പറഞ്ഞു. തന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ കേറ്റ് അവരുടെ മുൻ ഭർത്താവ് റിച്ചാർഡിനെ കാണാനായി പോയി. റിച്ചാർഡും കേറ്റും ഡിവോഴ്സ്ഡ് ആണ്. ഡിവോഴ്സിന് ശേഷം കേറ്റ് മറ്റൊരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത്. അവരുടെ പേര് പാറ്റി എന്നാണ്. ലെസ്ബിയൻ കപ്പിൾസ് ആയിരുന്നു അവർ. എന്നാൽ പാറ്റി മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. പാറ്റിയുടെ മരണത്തിന് ശേഷം കേറ്റ് ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോഴ്സ് റൈഡിംഗ് ക്ലാസ്സുകളൊക്കെ കേറ്റ് ഒഴിവാക്കിയിരുന്നു. $9,000 ഒരു ചെക്ക് റിച്ചാർഡ് കേറ്റിന് നൽകി. റിച്ചാർഡിന്റെയും കേറ്റിന്റെയും മകൾ ക്ലെയർ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ക്ലെയർ പൈസയും ചോദിച്ചുകൊണ്ട് തന്നെ കാണാൻ വന്ന വിവരം റിച്ചാർഡ് കേറ്റിനോട് പറഞ്ഞു. മകളൊന്ന് ചിരിച്ചു കാണിക്കുമ്പോഴേക്കും അവളുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞ് റിച്ചാർഡ് കേറ്റിനോട് ദേഷ്യപ്പെട്ടു. കേറ്റ് ചെക്ക് വാങ്ങിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിൽ കേറ്റിന്റെ മകൾ ക്ലെയർ എത്തിയിട്ടുണ്ടായിരുന്നു. കേറ്റിന്റെ പെറ്റ് കൂപ്പ് ക്ലെയർ വരുമ്പോൾ മാത്രമാണ് കുരയ്ക്കാറുള്ളത്. നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കേറ്റ് മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ എന്റെ മെസ്സേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ക്ലെയർ കേറ്റിന്റെ ഐപാഡ് വാങ്ങിച്ചു. തന്റെ പുതിയ ഫോണ് തന്റെ ബോയ്ഫ്രണ്ട് റയാൻ വലിച്ചെറിഞ്ഞെന്നും അതിന് പകരമായി അവന്റെ സാധനങ്ങൾ ബ്രിഡ്ജിന് മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്നും ക്ലെയർ പറഞ്ഞു. മകളുടെ കയ്യിലെ പാടുകൾ കേറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മകൾ ഇപ്പോഴും ഡ്രഗ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കേറ്റിന് മനസ്സിലായി. കേറ്റും ക്ലെയറും സന്തോഷത്തോടെ ആ ദിവസം ചിലവഴിച്ചു. അന്ന് രാത്രി ആരോ വന്ന് വീട്ടിലെ ഡോറ് തട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ട് ക്ലെയർ ഓടിച്ചെന്ന് ഡോർ തുറന്നു. അത് റയാനായിരുന്നു. മുഖത്ത് അടി കിട്ടിയ പാടുകളോടെ പുറത്തു നിൽക്കുന്ന റയാനോട് നിനക്ക് എന്താണ് പറ്റിയതെന്ന് ക്ലെയർ ചോദിച്ചു. ക്ലെയർ വലിച്ചെറിഞ്ഞ റയാന്റെ സാധനങ്ങളിൽ 1/2 കിലോ ഡ്രഗ്സും ഉണ്ടായിരുന്നു. ആ ഡ്രഗ്സ് ചോദിച്ചുകൊണ്ട് ഡ്രഗ്സ് ഡീലർ ജാക്കി പ്രശ്നമുണ്ടാക്കി. അയാൾ റയാനെ ഉപദ്രവിച്ചു. ജാക്കി റയാനെ ചോദ്യം ചെയ്തപ്പോൾ ആ ഡ്രഗ്സ് മോഷ്ടിച്ചത് ക്ലെയർ ആണെന്ന് റയാന് പറയേണ്ടി വന്നു. ഞാൻ താമസിക്കുന്നത് ഇവിടെയാണെന്ന് ജാക്കിയോട് പറയരുതെന്ന് ക്ലെയർ റയാനോട് പറഞ്ഞു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് കേറ്റ് വന്നെങ്കിലും ഒന്നും പറയാതെ ക്ലെയർ റയാന്റെ കൂടെ പുറത്തേക്ക് പോയി. പിറ്റേന്ന് ബോധമില്ലാതെ തിരിച്ചെത്തിയ ക്ലെയറിനെയാണ് കേറ്റ് കണ്ടത്. മകളുടെ മനസ്സൊന്ന് ശാന്തമാക്കാൻ കേറ്റ് മകളെയും കൊണ്ട് മാർസ് തടാകത്തിലേക്ക് പോയി. അവിടെ അമ്മയുടെയും കുട്ടികളുടെയും കൂടെ നീന്തി കളിച്ചു ക്ലെയർ. കേറ്റ് മകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ തിരിച്ച് വീട്ടിൽ വന്ന് പാട്ട് കേട്ടുകൊണ്ട് കിടന്ന ക്ലെയറിന്റെ മുന്നിലേക്ക് ഡ്രഗ് ഡീലർ ജാക്കി എത്തി. റയാന്റെ കൂടെയാണ് ജാക്കി അവിടേക്ക് എത്തിയത്. കൂപ്പ് കുരയ്ക്കുന്നത് കേൾക്കുന്ന കേറ്റ് ക്ലെയറിനടുത്തേക്ക് ഓടി. ജാക്കി ക്ലെയറിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ് കേറ്റ് കണ്ടത്. കേറ്റ് ജാക്കിയെ തടഞ്ഞു. ഒന്നുകിൽ തനിക്ക് നഷ്ടപ്പെട്ട സാധനം തിരികെ തരിക, അല്ലെങ്കിൽ അതിന്റെ പണം തരണമെന്ന് ജാക്കി കേറ്റിനോട് ആവശ്യപ്പെട്ടു. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജാക്കിയെ കേറ്റ് അവിടെ നിന്നും പറഞ്ഞയച്ചു. കേറ്റ് മകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. താൻ വലിച്ചെറിഞ്ഞ സാധനങ്ങളിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് ക്ലെയർ പറഞ്ഞു. ഒന്നും സംഭവിക്കാതെ നോക്കിക്കൊള്ളാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. എന്നാൽ കേറ്റ് പുറത്തുപോയി തിരിച്ചു വന്ന സമയത്ത് ക്ലെയർ റയാന്റെ കൂടെ വീട്ടിൽ സംസാരിച്ചു നിൽക്കുന്നതാണ് കണ്ടത്. കേറ്റിന് ഇത് കണ്ട് ദേഷ്യം വന്നു. റയാനും ക്ലെയറിനും ജാക്കിയിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. അതിന് പണം വേണം. തന്നെ സഹായിക്കാൻ പണം തരണമെന്ന് പറഞ്ഞ് ക്ലെയർ കേറ്റിന്റെ പിന്നാലെ നടന്നു. മകൾ പിന്നെയും മയക്കുമരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുമെന്ന് മനസ്സിലായ കേറ്റ് പണം കൊടുക്കാൻ സമ്മതിച്ചില്ല. ക്ലെയർ ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറാൻ തുടങ്ങി. പണം തന്നില്ലെങ്കിൽ കൂപ്പിനെ കൊണ്ടുപോയി പട്ടിണി കിടത്തി കൊല്ലുമെന്ന് പറഞ്ഞ് കേറ്റിനെ അവൾ ഭീഷണിപ്പെടുത്തി. റയാൻ കൂപ്പിനെ പിടിക്കാനായി ഓടി. കൂപ്പിനെ ക്ലെയറിൽ നിന്ന് രക്ഷിക്കാൻ കേറ്റ് പാടുപെട്ടു. ക്ലെയർ കേറ്റിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. മുടി പിടിച്ച് വലിച്ചും കയ്യിൽ കടിച്ചും തല ചുമലിലടിച്ചും ക്ലെയർ കേറ്റിനെ ഉപദ്രവിച്ചു.
ഇത് കാണുന്ന റയാൻ ക്ലെയറിനെയും കൊണ്ട് അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം കേറ്റിനെ കാണാൻ അവളുടെ ഫ്രണ്ട് ലെസ് വന്നു. ലെസ്സും കേറ്റും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. കേറ്റിന്റെ മൂടത്ര ശരിയല്ലെന്ന് തോന്നിയ ലെസ് അന്നത്തെ ദിവസം കേറ്റിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ഫാമിലെ ജോലികൾ ചെയ്ത് സഹായിച്ചും വെള്ളമടിച്ചും പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ലെസ് കേറ്റിനെ ഹാപ്പിയാക്കാൻ ശ്രമിച്ചു. കേറ്റിനെ ഉറക്കിക്കിടത്തി പിറ്റേന്ന് രാവിലെ തന്നെ ലെസ് തിരിച്ചുപോയി. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഒരു നോട്ടും എഴുതി വെച്ചിരുന്നു ലെസ്. കേറ്റ് വീണ്ടും പഴയതുപോലെ പാറ്റിയുടെ വോയിസ് മെസ്സേജുകൾ കേട്ട് ജോലികൾ ചെയ്തു തുടങ്ങി. റൈഡിംഗ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തു. അന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്ന കേറ്റ് കൂപ്പ് കുരയ്ക്കുന്നത് കേട്ടു. ക്ലെയർ വന്നതാണെന്ന് കേറ്റിന് മനസ്സിലായി. കേറ്റ് ചെന്ന് നോക്കിയപ്പോൾ വസ്ത്രങ്ങളിൽ രക്തക്കറയുമായി അതാ മുൻപിൽ നിൽക്കുന്നു ക്ലെയർ. അന്ന് ക്ലെയർ റയാന്റെ കൂടെ ക്യാമ്പിങ്ങിന് പോയതായിരുന്നു. എന്നാൽ അവിടെ വെച്ച് റയാനും ക്ലെയറും വഴക്കിട്ടു. ക്ലെയർ ഉന്തിയപ്പോൾ റയാൻ തലയടിച്ച് വീണു. അങ്ങനെ റയാന്റെ തല പൊട്ടി. ബ്ലഡ് ഒരുപാട് പോയി. അങ്ങനെ അവൻ മരണപ്പെട്ടു. എങ്ങനെയൊക്കെയോ ക്ലെയർ ഈ കാര്യങ്ങൾ കേറ്റിന് പറഞ്ഞു കൊടുത്തു. റയാന്റെ ശരീരം കവറിൽ പൊതിഞ്ഞു കെട്ടി കാറിൽ വെച്ചിരിക്കുകയായിരുന്നു ക്ലെയർ. കാറിൽ പൊതിഞ്ഞു കെട്ടിയ മൃതദേഹം കണ്ട് കേറ്റ് എന്തു ചെയ്യണമെന്നറിയാതെ പതറിപ്പോയി. മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അമ്മയായ കേറ്റ് തീരുമാനിച്ചു. റയാനും ക്ലെയറും പുറത്തുപോയതു മുതൽ ഉണ്ടായ കാര്യങ്ങൾ കേറ്റ് ക്ലെയറിനോട് ചോദിച്ച് മനസ്സിലാക്കി. ക്ലെയറിന്റെ കയ്യിലുണ്ടായിരുന്ന റയാന്റെ ഫോണും കേറ്റ് വാങ്ങിച്ചു. ക്ലെയർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം ഊരി ഒരു ബാഗിലാക്കാനും കേറ്റ് ആവശ്യപ്പെട്ടു. കേറ്റ് എന്തോ പദ്ധതി മുന്നിൽ കണ്ടിട്ടുണ്ട്. കേറ്റ് ആ മൃതദേഹം കാറിൽ നിന്ന് പുറത്തെടുത്ത് അതിനു മുകളിൽ ഒരു കല്ല് വെച്ച് കെട്ടി. ഒരു ചെറിയ വഞ്ചിയും ആ മൃതദേഹവും വണ്ടിയിലിട്ട് കേറ്റ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ റയാന്റെ ഫോൺ തല്ലിപ്പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. അവിടുന്ന് നേരെ പോയത് മാർസ് തടാകത്തിലേക്കായിരുന്നു. വഞ്ചിയിൽ ആ മൃതദേഹവും കയറ്റി തടാകത്തിന്റെ നടുവിലേക്ക് കേറ്റ് വഞ്ചി തുടങ്ങി. അവിടെ മൃതദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് തീരത്താരൊക്കെയോ അമിട്ടുകൾ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ബഹളം കേട്ട് കേറ്റ് വഞ്ചിയിൽ നിന്നും വെള്ളത്തിലേക്ക് വീണു. വഞ്ചി മറിഞ്ഞു, കൂടെ ആ മൃതദേഹവും. കല്ല് വെച്ച് കിട്ടിയ ആ ശരീരം അടിത്തട്ടിലേക്ക് താഴുന്നത് കേറ്റ് കണ്ടു. വഞ്ചി ശരിയാക്കി കേറ്റ് തിരിച്ച് വീട്ടിലേക്കെത്തി. ശേഷം കാറും വഞ്ചിയുമൊക്കെ കഴുകി വൃത്തിയാക്കി. താനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളും ഒരു ചാക്കിലാക്കി. ശേഷം കുളിച്ച് വൃത്തിയായി കേറ്റ്. മകളോടൊപ്പം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേറ്റ് കിടന്നു. ശേഷം കേറ്റിന്റെയും ക്ലെയറിന്റെയും വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞു കേറ്റ്. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ പറയാൻ ഒരു കഥ ഉണ്ടാക്കിയെടുത്തു. മാർസ് തടാകത്തിലാണ് ആ ശരീരം കൊണ്ടിട്ടത് എന്ന് കേറ്റ് ക്ലെയറിനോട് പറഞ്ഞു. നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന് കേറ്റ് ക്ലെയറിനോട് പറയുകയും ചെയ്തു. ജാക്കി തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ക്ലെയർ ഭയത്തോടെ കേറ്റിനോട് പറഞ്ഞു. റയാൻ എന്ത് സംഭവിച്ചുവെന്ന് എല്ലാവരും അറിയുമെന്ന് പറഞ്ഞ് ക്ലെയർ ഭയന്നു നിന്നു. ജാക്കിക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന് കേറ്റ് ക്ലെയറിനോട് ചോദിച്ചു. $10,000 വേണമായിരുന്നു ജാക്കിക്ക്. പിറ്റേന്ന് റിച്ചാർഡ് തന്ന $9,000 ചേർത്ത് $10,000 കേറ്റ് ജാക്കിക്ക് കൊടുത്തു. മകളെ ഇനി ശല്യപ്പെടുത്തരുതെന്ന് താക്കീത് കൊടുക്കുകയും ചെയ്തു. എല്ലാം ശരിയായെന്ന് പറഞ്ഞ് കേറ്റ് മകളെ സമാധാനിപ്പിച്ചു. എന്നാൽ പിറ്റേന്ന് രാവിലെ കേറ്റ് നോക്കിയപ്പോൾ ക്ലെയർ റൂമിൽ ഇല്ലായിരുന്നു. കേറ്റ് ക്ലെയറിനെ ഫോൺ വിളിച്ചു നോക്കി, മെസ്സേജ് അയച്ചു നോക്കി, ഒന്നിനും റിപ്ലൈ ഇല്ലായിരുന്നു. ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ കേറ്റ് കഷ്ടപ്പെട്ടു. അപ്പോഴാണ് അന്നൊരു ദിവസം മെസ്സേജ് ചെക്ക് ചെയ്യാനായി തന്റെ ഐപാഡ് ക്ലെയർ വാങ്ങിയത് കേറ്റിന് ഓർമ്മ വന്നത്. ഐപാഡ് ഉപയോഗിച്ച് ക്ലെയറിന്റെ ലൊക്കേഷൻ കേറ്റ് മനസ്സിലാക്കി. അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ ആ ലൊക്കേഷനിൽ ആ വീട്ടിൽ ടി വി കണ്ടിരിക്കുന്ന ക്ലെയറിനെ കേറ്റ് കണ്ടു. കൂടെ ആരോ സംസാരിക്കുന്നതും. അത് റയാനാണെന്ന് കേറ്റിന് മനസ്സിലായി. തന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്ന റയാനെ കണ്ട് കേറ്റ് ഞെട്ടിപ്പോയി. കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായ റയാൻ ക്ലെയറിനെയും കൊണ്ട് കേറ്റിന് പിടികൊടുക്കാതെ കാറെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അന്ന് രാത്രി മകൾ റയാൻ അയച്ച മെസ്സേജുകൾ കേറ്റ് വായിച്ചു. എല്ലാം അവരുടെ പ്ലാനായിരുന്നു. കേറ്റിനെ കൊണ്ട് ആ ബോഡി ഒളിപ്പിച്ചതെല്ലാം റയാന്റെയും ക്ലെയറിന്റെയും പദ്ധതികളായിരുന്നു. അവരെ കൊണ്ട് എനിക്ക് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ക്ലെയർ അയച്ച മെസ്സേജ് കേറ്റിനെ തളർത്തി. ഒരമ്മയുടെ സ്നേഹവും കരുതലും മകൾ മുതലെടുത്തിരിക്കുന്നു. ആ ശരീരം കണ്ടുപിടിക്കാൻ മാർസ് തടാകത്തിലേക്ക് വീണ്ടും കേറ്റ് ചെന്നു. മണിക്കൂറുകളോളം ആ ശരീരം കണ്ടെടുക്കാൻ കേറ്റ് ആ തടാകത്തിൽ മുങ്ങിത്താഴ്ന്നു. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു. നിരാശയോടെ വീട്ടിലെത്തിയ കേറ്റ് പാറ്റിയോടൊപ്പമുള്ള പഴയ വീഡിയോകൾ കണ്ട് സങ്കടപ്പെട്ടു. അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു കേറ്റിന് പാറ്റി. കേറ്റ് ലെസ്സിനെ വിളിച്ച് സംസാരിച്ചു. പിറ്റേന്ന് തന്നെ ലെസ് കേറ്റിന്റെ അടുത്തേക്ക് എത്തി. ലെസ് കേറ്റിനെ ലെസ്സിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി.
അന്ന് രാത്രി കേറ്റും ലെസും വൈഫും സംസാരിച്ചിരുന്നു. മിസ്റ്റർ ഗ്രാൻഡേഴ്സിന്റെ ഫാമിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഗ്രാൻഡേഴ്സൺ അയാളുടെ ഫാം കത്തിച്ച വിവരം ലെസ് കേറ്റിനോട് പറഞ്ഞു. ഗ്രാൻഡേഴ്സിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തുവാൻ വേണ്ടി ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാൻ വേണ്ടി അയാൾ തന്നെ ഫാം കത്തിച്ചതായിരുന്നു. പക്ഷെ പോലീസിന് അത് മനസ്സിലായി. നൈറ്റ് ജാക്കി തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ക്യാമറയിലൂടെ കേറ്റ് കണ്ടു. മാർഷ് തടാകത്തിലെ ബോഡിയെക്കുറിച്ച് സംസാരിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് ജാക്കി കേറ്റിനോട് പറഞ്ഞു. കേറ്റ് ജാക്കിയെ കാണാൻ പുറപ്പെട്ടു. ജാക്കി നടന്ന വിവരങ്ങൾ കേറ്റിനെ അറിയിച്ചു. റയൻ മയക്കുമരുന്ന് ഓവർഡോസിൽ കൊടുത്തതിനാൽ മരണപ്പെട്ട ഒരു പയ്യന്റെ ശരീരമായിരുന്നു ആ കവറിൽ ഉണ്ടായിരുന്നത്. രക്ഷിക്കണമെന്ന് പറഞ്ഞ് തന്റെ അടുത്തേക്ക് വന്ന റയാനും ക്ലെയറിനും ജാക്കി പറഞ്ഞു കൊടുത്ത തന്ത്രമായിരുന്നു കേറ്റിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയും തനിക്ക് നാട് വിടാൻ വേണ്ടിയും കൂടുതൽ പണം വേണമെന്ന് ജാക്കി കേറ്റിനോട് പറഞ്ഞു. കേറ്റ് അത് സമ്മതിച്ചില്ല. ജാക്കി കേറ്റിന് ഡ്രഗ്സ് കുത്തിവെച്ചു. മയങ്ങി എഴുന്നേറ്റ കേറ്റിനോട് കേറ്റിന്റെ കാറിന്റെയും വീടിന്റെയും കീ താനെടുത്തിട്ടുണ്ടെന്നും പണം കിട്ടുന്നതുവരെ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നും ജാക്കി പറഞ്ഞു. കേറ്റ് ജാക്കിന് താമസിക്കാൻ വീടിന്റെ മുകളിലെ മുറി കൊടുത്തു. റൈഡിംഗ് ക്ലാസ്സുകളൊക്കെ ഒഴിവാക്കാൻ ജാക്കി ആവശ്യപ്പെട്ടു. ക്ലെയർ കേറ്റിന് കുറേ മെസ്സേജുകൾ അയച്ചിരുന്നു. അതിൽ മരിച്ചത് ഗ്രെഗ് കാമിൻസ്കി ആണെന്ന് ക്ലെയർ പറഞ്ഞിരുന്നു. ഒരു പാവം പയ്യനെയാണല്ലോ താൻ തടാകത്തിൽ കൊണ്ടിട്ടത് എന്ന് കേറ്റിന് തോന്നി തുടങ്ങി. എങ്ങനെയാണ് ജാക്കിക്ക് വേണ്ട പണം ഒപ്പിക്കുക എന്ന് കേറ്റ് ഓർത്തു. ഗ്രാൻഡേഴ്സൺ ഫാം കത്തിച്ച് ഇൻഷുറൻസ് തുക ഒപ്പിക്കാൻ ശ്രമിച്ചത് കേറ്റിന് ഓർമ്മ വന്നു. അയാളെ എങ്ങനെയാണ് പോലീസ് പിടിച്ചതെന്ന് ലെസ്സിൽ നിന്നും കേറ്റ് ചോദിച്ചറിഞ്ഞു. ഫാം കത്തിക്കാൻ ഉപയോഗിച്ച ഫ്ലെയറിന്റെ ഒരു അവശിഷ്ടം പോലീസ് കണ്ടെത്തിയതിനാലാണ് ഗ്രാൻഡേഴ്സൺ പിടിക്കപ്പെട്ടതെന്ന് ലെസ് പറഞ്ഞു. ജാക്കിന് വേണ്ട തുക ഒപ്പിക്കാൻ ഫാം കത്തിക്കാമെന്ന് കേറ്റ് ജാക്കിയോട് പറഞ്ഞു. കുതിരകളെയും അപകടപ്പെടുത്തിയാൽ അതിന്റെ ഇൻഷുറൻസും കിട്ടുമല്ലോ എന്ന് ജാക്കി കണക്കുകൂട്ടി. അങ്ങനെ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ജാക്കിയെ ഫാമിലെ ജോലിക്കാരനാക്കാമെന്നും കിട്ടുന്ന ഇൻഷുറൻസ് തുക തവണകളായി തരാമെന്നും അങ്ങനെയാണെങ്കിൽ ആരും സംശയിക്കില്ല എന്നും കേറ്റ് ജാക്കിയോട് പറഞ്ഞു. അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് എമ്മ, കേറ്റിന്റെ ഒരു ക്ലയന്റ്, അവിടേക്ക് വന്നത്. കേറ്റിനെ വീട്ടിൽ തന്നെ നിർത്തി ജാക്കി എമ്മയുടെ അടുത്തേക്ക് പോയി. അവരോട് സംസാരിച്ചു. കേറ്റിന്റെ പുതിയ സഹായിയാണ് താനെന്ന് ജാക്കി എമ്മയോട് പറഞ്ഞു. പിറ്റേ ദിവസം ഫാമിലേക്ക് കുതിരകൾക്ക് വേണ്ട പുല്ലുകൾ കേറ്റ് എത്തിച്ചു. പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഫാം കത്തിക്കാമെന്നാണ് അവർ തീരുമാനിച്ചത്. കേറ്റ് ഫാം കത്തിക്കുന്നത് ഉറപ്പാക്കിയതിനു ശേഷമാണ് ജാക്കി അവിടെ നിന്ന് പോയത്. മണിക്കൂറുകൾക്ക് ശേഷം ഫയർഫോഴ്സ് വന്ന് തീയണച്ചു. ഫാം മനഃപൂർവ്വം കത്തിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി. തനിക്കൊന്നും അറിയാത്തതുപോലെ കേറ്റ് സംസാരിച്ചു. പോലീസ് മുകളിലെ നിലയിലുണ്ടായിരുന്ന ആളെക്കുറിച്ച് കേറ്റിനോട് ചോദിച്ചു. തന്റെ ജോലിക്കാരനാണ് അയാളെന്നും രാത്രി 10 മണി വരെ അയാളെ താൻ കണ്ടിരുന്നുവെന്നും കേറ്റ് പോലീസിനോട് പറഞ്ഞു. ഫാം കത്തിയ വിവരം ജാക്കിയെ അറിയിച്ചിട്ടും അവരൊന്നും പറഞ്ഞില്ലെന്നും കേറ്റ് കൂട്ടിച്ചേർത്തു. അപ്പോഴാണ് മുകളിലെ റൂമിൽ നിന്നും കത്തിക്കരിഞ്ഞൊരു മൃതദേഹം കിട്ടിയ വിവരം പോലീസ് കേറ്റിനോട് പറഞ്ഞത്. അത് ജാക്കിയുടെ മൃതദേഹമാണോ എന്ന് കേറ്റ് പോലീസിനോട് ചോദിച്ചു. സ്റ്റേഷൻ വരെ വരാൻ പോലീസ് കേറ്റിനോട് ആവശ്യപ്പെട്ടു. പോലീസ് കേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ജാക്കി ക്ലെയറിന്റെ സുഹൃത്താണെന്നും ജോലി അന്വേഷിച്ച് ജാക്കിക്ക് തനിക്കൊരു സഹായി ആവശ്യമുള്ളതുകൊണ്ട് അവിടെ ജോലി കൊടുത്തെന്നും കേറ്റ് പറഞ്ഞു. എന്നാൽ ജാക്കി കേറ്റിന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ലെന്നും അവരെ അറിയില്ലെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പോലീസ് പറഞ്ഞു. തന്റെ ക്ലയന്റായ എമ്മ ജാക്കിയെ കണ്ടിട്ടുണ്ടെന്ന് കേറ്റ് പറഞ്ഞു. ജാക്കിയുടെ കൂടെ മറ്റൊരാളെയും താൻ കണ്ടതായി കേറ്റ് കൂട്ടിച്ചേർത്തു. ഗ്രെഗ് കാമിൻസ്കി, അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര് എന്നും കേറ്റ് പോലീസിനോട് പറഞ്ഞു. പോലീസ് ജാക്കിയെ ചോദ്യം ചെയ്തു. ഗ്രെഗ് കാമിൻസ്കിയെ അറിയുമോ എന്ന് പോലീസ് ചോദിച്ചു. കൂടാതെ ജാക്കി ഫാമിൽ ജോലി ചെയ്തതിന് തെളിവായി ജാക്കിയെ എമ്മ കണ്ട വിവരവും പോലീസ് ജാക്കിയോട് പറഞ്ഞു. ജാക്കിക്ക് അപ്പോഴാണ് കേറ്റിന്റെ തന്ത്രം മനസ്സിലായത്. സത്യത്തിൽ നടന്നത് ഇങ്ങനെയാണ്. ഗ്രാൻഡേഴ്സൺ ഫാം കത്തിച്ച് പിടിക്കപ്പെട്ടത് ലെസ്സിൽ നിന്നും കേറ്റ് മനസ്സിലാക്കി. ശേഷം ലെസ്സിനെയും കൊണ്ട് മാർഷ് തടാകത്തിലേക്ക് പോയി. ആ ബോഡി കണ്ടെടുത്തു. ശരീരത്തിലെ കല്ല് മാറ്റിയപ്പോൾ ആ ശരീരം അടിത്തട്ടിൽ നിന്നും പൊങ്ങി വന്നു. അങ്ങനെ പൊന്തി വരുന്ന ആ മൃതദേഹമാണ് സിനിമയുടെ ആദ്യ ഭാഗത്തിൽ കാണിച്ചത്. ലെസ്സും കേറ്റും ആ ശരീരം അവിടെ നിന്നും എടുത്ത് അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവച്ചു. ശേഷം ഫാം കത്തിച്ചു. പോലീസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി കത്തിച്ച ക്ലെയറിന്റെ ബാക്കി അവിടെ തന്നെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു. ജാക്കി പോയതിനു ശേഷം കുതിരകളെ അവിടെ നിന്നും മാറ്റി. അങ്ങനെ ഗ്രെഗ് കാമിൻസ്കിയെ കൊന്നതിനും ഫാം കത്തിച്ചതിനും ജാക്കി പോലീസ് പിടിയിലായി. ക്ലെയർ ജാക്കി വാങ്ങിയതിന് തെളിവുകൾ ഉണ്ടായിരുന്നു. ഗ്രെഗിന് ഡ്രഗ് കൊടുത്തവർ തന്നെ പോലീസ് പിടിയിലായതിൽ കേറ്റ് സമാധാനിക്കാൻ ശ്രമിച്ചു. എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം കേറ്റ് ഫാം പുതുക്കി പണിയാൻ തീരുമാനിച്ചു.
തകർന്ന മേൽക്കൂര പുതുക്കി പണിയാനും തീരുമാനിച്ചു. റൈഡിംഗ് ക്ലാസുകൾ വീണ്ടും തുടങ്ങി. തന്റെ പഴയ ജീവിതത്തിലേക്ക് കേറ്റ് തിരിച്ചു വന്നു. പാറ്റിയുടെ വോയിസ് മെസ്സേജുകൾ കേട്ട് കേറ്റ് ആശ്വസിച്ചു. എന്നാൽ ഒരു ദിവസം രാത്രി കൂപ്പ് കുരയ്ക്കുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന കേറ്റ് മകൾ ക്ലെയറിനെ കാണുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ത്രില്ലർ മൂവി അവസാനിക്കുന്നത്. മറ്റൊരു സിനിമയുടെ കഥയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.